നമുക്കൊക്കെ രാഷ്ട്രീയവും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരി കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു നല്ല മോഡലായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതിനെല്ലാവരും എല്ലാവരും കാണുക എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും ഈ കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം. എന്താണ് ഇതൊക്കെ കൊണ്ട് ഈ നാടിന് ഗുണം എന്നുള്ള ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് വെളിയത്തുനിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാരനും ഇവിടെ സ്ഥാപനം തുടങ്ങുകയാണ്. ഇവിടെ ഇത് പല മേഖലയിലാണ്. ഇപ്പൊ കേരളത്തിലെ ആകെ EV ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി റീചാർജിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിലെ ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവരും ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളവർ, അവരും ഇവിടെ സ്ഥാപനം തുടങ്ങുന്നു. ഒരു മാസം മുമ്പ്, 3 ആഴ്ച മുമ്പാണ് ഈ ഹെൽത്ത് രംഗത്തെ വാഫേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം, അവര് ആറുമുറിക്കടയിൽ അവരുടെ 25 പേരോളം ഇപ്പോൾ ഉണ്ട്. അവര് ലോകത്തെ ഈ കാർഡിയോളജിയുടെ മോണിറ്ററിംഗ് ആണ്. ഏത് കാർഡിയോളജി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെയും കാർഡിയോളജി ECG മോണിറ്റർ ചെയ്ത് അതിന്റെ ഫോളോ ചെയ്തുകൊണ്ട് സ്ഥാപനമാണ്. അതിപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. അത് നമുക്ക് ഭാവിക്ക് വലിയ സാധ്യതയാണ് കേരളത്തെ സംബന്ധിച്ച്. വർക്ക് നിയർ ഹോം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റാണ്. ഇനി കുറെ യൂണിറ്റുകൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മറ്റു ക്യാമ്പസുകളുണ്ട്. അപ്പൊ ഈ മേഖലയിലും പരമ്പരാഗത മേഖലയിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഇൻഡി വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു, ക്ലാസ് തുടങ്ങി. നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യയിലെ ഇപ്പൊ കുടുംബശ്രീ വഴിയൊക്കെയാണ് ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ കുട്ടികളെ എടുത്തിട്ട് ഡേറ്റ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. എന്നെക്കാളും കൂടുതൽ അറിയുന്നത് ഈ IT മേഖലയിലുള്ളവർക്ക്. ഡേറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത് പരിശീലനം കൊടുത്ത് ഡേറ്റ അനോട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീടിനടുത്ത് തന്നെ ഒരു 20,000 ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 20,000 തൊട്ട് കിട്ടാവുന്ന ഇതാണ്. 150 പേർക്കെങ്കിലും ആദ്യഘട്ടത്തിൽ ജോലി കൊടുക്കാനാണ് ഇൻഡി വില്ലേജ്. അതിപ്പോൾ കൊളക്കടയിലെ അസാപ്പിലാണ് അതിന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കേരളത്തിലാകെ നടക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാനും അവർ കൂടുതൽ ഇത്തരം താല്പര്യത്തോടുകൂടി പ്രവർത്തന രംഗത്ത് വരിക എന്നുള്ളത് കേരളത്തിന്റെ ഭാവിക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, കൊട്ടാരക്കരയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ നഴ്സിംഗ് കോളേജ്, എത്രയോ വർഷമായിട്ടുള്ള ഒരു ആഗ്രഹം നഴ്സിംഗ് കോളേജ് ഇവിടെ വന്നു. നിങ്ങളെ ക്യാമ്പസ് പോയി കണ്ടറിയും. 3ാമത്തെ ബാച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു. എഞ്ചിനീയറിംഗ് കോളേജ് പുതിയ ബാച്ചുകൾ വരുന്നു വന്നു. എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളുണ്ട് ഈ പരിപാടിക്ക്, പുതിയ ബാച്ചുകൾ വരുന്നു വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. ഡ്രോൺ എന്ന് പറയുന്ന പുതിയ മേഖലയാണ്. ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യ ക്ലാസ് തുടങ്ങുന്നത് കേസ് എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ ഈ സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. നമ്മുടെ പോളിടെക്നിക്കില് അവരുടെ ആദ്യ ബാച്ച് നമ്മുടെ നാട്ടിലെ ഈ ഡ്രോണിന്റെ ടെക്നോളജി പഠിപ്പിക്കുന്ന ഷോർട്ട് ടൈം കോഴ്സുകളുടെ ബാച്ച് ഇപ്പൊ തുടങ്ങും. അതിനും അനുവാദമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ സാധാരണഗതിയിൽ ആളുകളെ സംബന്ധിച്ചൊരു ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അതിനേക്കാളും കൂടുതൽ നമ്മുടെ രക്ഷകർത്താക്കൾക്ക്, വീട്ടുകാർക്ക്, കുട്ടികൾക്ക് ഇത്തരം സാധ്യതയുണ്ട്, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഉണ്ടാവും, ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാൻ പറയുന്നത് മെഡിക്കൽ ടെക്നോളജിയിൽ നമ്മുടെ സർജിക്കൽ ഈ പ്രധാനപ്പെട്ട സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ പലതും നിർമ്മിക്കുന്ന, അതിന്റെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് നേരത്തെ കഴിഞ്ഞ വർഷം നമ്മുടെ കരിപ്പുറ തുടങ്ങി. ക്ലിയോമെഡ് എന്നാണ് എൻ്റെ പേര്. ഇത്തരം ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പുതിയവരുടെ അതുണ്ട്, പഴയതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയൊരു മാറ്റമാണ്. ആ മാറ്റം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതെങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവുമെന്നൊക്കെയുള്ള നോക്കാൻ പുതിയ തലമുറയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായി നിങ്ങൾ നോക്കുക. പുതിയ സോഹോ മിക്കവാറും ആൾക്ക് അറിയാം, കാരണം ഒരു ഇന്റർനാഷണൽ ആയിട്ട് കമ്പനിയാണ്. പക്ഷെ അത് മാത്രമല്ല, അതുള്ളതുകൊണ്ട് തന്നെ ആങ്കർ സ്ഥാപനമായിട്ട് അതുള്ളതുകൊണ്ട് തന്നെ മറ്റു സ്ഥാപനങ്ങളും ധാരാളം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ IHRD എഞ്ചിനീയറിംഗ് കോളേജായിട്ടൊരു ടെക്നിക്കൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പരിപാടി അവരിപ്പോൾ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുക, ഇത് പ്രോത്സാഹിപ്പിക്കുക, മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. ഇവിടെ തന്നെയും നിങ്ങളുടെ വീക്ഷണത്തിൽ കൂടി എത്തിക്കുമ്പോൾ ഇത് നാട്ടില് വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. നമുക്കൊക്കെ രാഷ്ട്രീയവും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരി കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു നല്ല മോഡലായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതിനെല്ലാവരും കാണുക എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും ഈ കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം.